പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി പത്തനാപുരത്തു നിന്ന് വരുന്ന കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടോട്ടിൽ നിന്ന് ഇവിടെ കോട്ടക്കലിലേക്ക് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തൊരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇവിടുത്തെ ബീഫ് മന്തി എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടോട്ടിയിൽ തന്നെ 1-2 സ്പോട്ട് ബെസ്റ്റായിട്ടുള്ള അടിപൊളി ബീഫ് മന്തി കിട്ടുന്ന സ്പോട്ടുണ്ട്. ഒക്കെ നമുക്ക് വരും വീഡിയോസിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഇവിടെ അത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പക്ഷേ നമ്മൾ വന്നത് ബീഫ് മന്തി കഴിക്കാനുള്ളതുകൊണ്ട് അത് ആദ്യം കഴിക്കാൻ കരുതിയിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് നേരെ നമ്മൾ കഴിക്കാനായിട്ട് നടന്നിങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എവിടെയും സീറ്റില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ബായി നമുക്ക് കാണിച്ചത് ഇവിടെ 2 സീറ്റ് ഉണ്ട് ഇരുന്നോളി. നമ്മളവിടെ ഇരുന്ന് നമ്മൾ ഐറ്റം ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാധനം ഇപ്പോൾ തരാട്ടോ എന്നൊക്കെ പറഞ്ഞ ആൾ പോയിട്ടുണ്ട്. ചുറ്റിടത്തൊക്കെ എല്ലാവരും കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സാധനം ഓർഡർ ചെയ്തിട്ട്. ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ ആളതിൻ്റെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഓരോ ഐറ്റംസ് അതിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ മെയിൻ ഐറ്റം നമുക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള 2 വാരിയലിൻ്റെ പീസാണ്. ഒരാൾക്ക് ഒരു പീസ് നല്ലോണം കഴിക്കാനുള്ള മീറ്റ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് റൈസൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി. മെയിനായിട്ട് അവിടുത്തെ ലൊക്കേഷൻ, അതായത് ആംബിയൻസ് അടിപൊളിയാട്ടോ. നമ്മളിരുന്ന് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഒരു ഫീലാണ് നമുക്ക് അവിടുത്തെ ആംബിയൻസിൽ കിട്ടുന്നത്. കഴിക്കാൻ ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. വൈഫിന് ആദ്യം കഴിച്ചു നോക്കാന്നുള്ള ലെവലിൽ പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ട്. എല്ലാവരും 2 ആൾ നല്ല വിശന്നിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. കഴിച്ചിട്ട് വൈഫിന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എനിക്കും അതുപോലെ തന്നെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പീസും പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ടൈപ്പ് ഒരു മയോണൈസ്, പിന്നെ അതിൻ്റെ ചട്ടിനി, അതിന് വേറൊരു പച്ച ടൈപ്പ് വേറെ ചട്ടിനി കൂടി ഉണ്ടായിരുന്നു. 3 സാധനം കൂടി കൂട്ടി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു. കാണുമ്പോൾ കുറച്ച് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിലും നല്ലോണം വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മീറ്റായിരുന്നു അത്. ടേസ്റ്റ് വൈസും നല്ല അടിപൊളിയായിരുന്നു. കഴിച്ചാൽ എന്താ പറയുക, നമുക്കതിൻ്റെ ഫ്ലേവർ കറക്റ്റ് നമ്മൾ ആവശ്യമുള്ള നമുക്ക് കിട്ടേണ്ട ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നൊരു ടൈപ്പ്. ഈ പറയുന്ന സോസും മയോണൈസും ചട്നിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു അറേബ്യൻ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ കുറേ അറബികളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ആംബിയൻസിൽ ഒരുക്കിയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഫുഡാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചമാണ്. അത് അങ്ങനെ ഫുഡ് നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇത്രയും ആളുകൾ വന്ന് അവിടെ നിന്ന് അറിയില്ലല്ലോ. റെസ്റ്റോറൻറ്റ് വേറെ ഇടയല്ല, കോട്ടക്കലുള്ള ചെങ്കോട്ടിക്കടുത്തുള്ള സൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഇനി ആരെങ്കിലും ആ വഴിക്കൊക്കെ ഒന്ന് പോകുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. അത്യാവശ്യം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതിലൊരു തെറ്റുമില്ല, അടിപൊളി സാധനമാണ്. ഞാൻ എന്തായാലും വന്ന് കഴിച്ചപ്പോൾ എനിക്കത് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. 2 ആൾക്ക് കഴിക്കുന്ന പോർഷന് വരുന്നത് 576 എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റോടു കൂടി കഴിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും അതൊരു വേസ്റ്റ് ഓഫ് മണി ആവില്ല. നല്ല ആംബിയൻസും നല്ല ഫുഡും കിട്ടുന്ന ഈ സ്ഥലം എന്തായാലും ഞാൻ ഇനിയും വരും, അത് ഉറപ്പാണ്. ഭക്ഷണം കഴിക്കുന്നത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനിയും വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സിയാദ്. താങ്ക് യു.